ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ MA സോഷ്യോളജിയിലുള്ള നമ്മുടെ 5 പേപ്പറിൽ ഒരു പേപ്പറാണ് ജെൻഡർ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു വിഷയത്തിൻ്റെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കംപ്ലീറ്റ് ക്ലാസ് റെഡിയാണ്. ജെൻഡർ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു സിലബസ് ആണ്. പിന്നെ അതിനകത്ത് സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ബ്ലോക്കായിട്ടാണ് വരുന്നത്. ബ്ലോക്ക് ചെറിയ ബ്ലോക്കായിട്ട് തോന്നുമെങ്കിലും ഒരുപാട് കണ്ടന്റ് ഉള്ള ഏരിയ ആണ് ജെൻഡർ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത്. ആദ്യത്തെ ബ്ലോക്കിൽ കോൺസെപ്ച്വലൈസിങ് ജെൻഡർ എന്നുള്ളതാണ്. കീ കോൺസെപ്റ്റ് ഇൻ ജെൻഡർ സ്റ്റഡീസ്. ജെൻഡർ സ്റ്റഡീസിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ സെക്സ്, അതുപോലെ തന്നെ ജെൻഡർ തുടങ്ങിയിട്ടുള്ള നിരവധി കോൺസെപ്റ്റുകളാണ് ഫസ്റ്റ് യൂണിറ്റിലാണ് അല്ലേ. ഇത്രയും കോൺസെപ്റ്റുകൾ: സെക്സ്, ജെൻഡർ, സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ, ജെൻഡർ സോഷ്യലൈസേഷൻ, ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ്, ജെൻഡർ ഐഡൻറ്റിറ്റി, ജെൻഡർ റോൾസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷന്, ജെൻഡർ ഫ്ലൂയിഡിറ്റി, ജെൻഡർ ഹെട്രോ നോർമാലിറ്റി, ജെൻഡർ കണ്ടിന്യൂ, ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ, സെക്ഷൽ മൈനോറിറ്റീസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകളാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ജൈവികമായിട്ടുള്ള നമ്മുടെ വ്യത്യാസത്തെയാണ് സെക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സ്ത്രീ പുരുഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും രണ്ട് ശരീരമാണുള്ളത്. ആ ശരീരത്തെയാണ് ബയോളജിക്കലായിട്ടുള്ള ജൈവികമായിട്ടുള്ള അവസ്ഥയാണ് സെക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ജെൻഡർ എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും സമൂഹം കൽപ്പിച്ചു തരുന്ന ചില റോളുകളും സവിശേഷതകളും ഉണ്ട്. അതിനെയാണ് ജെൻഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ കിച്ചൺ അല്ലെങ്കിൽ അടുക്കള ജോലി ചെയ്യേണ്ടത് സ്ത്രീകളാണ്, പുറത്തു പോയി ജോലി ചെയ്യേണ്ടത് പുരുഷനാണ്. ഇങ്ങനെയുള്ള സമൂഹം ഓരോ സെക്സിലും പെട്ട ആളുകൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു ക്രമം സമൂഹം പഠിപ്പിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് സാമൂഹിക നിർമ്മിതമായ ഒന്നും സെക്സ് എന്ന് പറയുന്നത് ജൈവികമായ ഒന്നുമാണ്. അപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ്, എന്നാൽ സെക്സ് എന്ന് പറയുന്നത് എന്താണ്? ബയോളജിക്കലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ജെൻഡർ സ്റ്റഡീസിൽ ആദ്യം പഠിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹിക നിർമ്മിതമായ ജെൻഡർ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ്, ഇപ്പോൾ ജെൻഡർ എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇപ്പോൾ സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജൈവികമായ സവിശേഷതയാണ് നമ്മൾ സെക്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സ്ത്രീ എന്നും പുരുഷനെന്നും പറയുമ്പോൾ രണ്ടുപേരുടെയും ശരീരത്തിനകത്തുള്ള വ്യത്യാസമുണ്ട്, ബയോളജിക്കലി ജീവശാസ്ത്രപരമായ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെയാണ് എന്ത് വിളിക്കുന്നത്? സെക്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ജെൻഡർ എന്നതിലേക്ക് വരുന്ന സമയത്ത് അതെന്താണ്? ഓരോ സെക്സിലും പെട്ട ആളുകൾ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് അല്ലേ. സ്ത്രീകൾ അടക്കവും ഒതുക്കമുള്ള ആളുകളായിട്ട് വീട്ടിലിരിക്കേണ്ടവരാണ്. പുരുഷൻ ഭയങ്കര പൗരുഷമുള്ളവനായിട്ട്, കരയാൻ പാടില്ലാത്തവനായിട്ട്, പുറത്തുപോയി ജോലി ചെയ്ത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് അല്ലേ ഫുഡും കാര്യങ്ങളും കൊണ്ടുവരേണ്ട ആളാണ് എന്ന രീതിയിൽ സമൂഹം എന്ത് ചെയ്യാറുണ്ട്? വ്യത്യസ്ത ലിംഗത്തിൽപ്പെട്ട ആളുകൾക്ക് വ്യത്യസ്ത റോളുകൾ കൽപ്പിച്ച് തരാറുണ്ട്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ജെൻഡർ എന്ന്. രണ്ടും രണ്ടാണ്. ഒന്ന് ജൈവികമായ നിർമ്മിതിയും ഒന്നെന്താണ്? സാമൂഹിക നിർമ്മിതിയുമാണ്. അങ്ങനെ സാമൂഹികമായി നിർമ്മിതമായ ജെൻഡർ, ആ ടോപ്പിക്കാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു വിഷയത്തിനകത്ത് പഠിക്കാനുള്ളത്. കാരണം എന്താ അറിയോ? ഈ ജെൻഡർ രൂപീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിരവധി അസമത്വങ്ങളും അല്ലെങ്കിൽ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെയൊക്കെ ഒരു സോഷ്യോളജി സ്റ്റുഡൻസ് എന്ന നിലയിലേക്ക് നമ്മൾ അതിനെ അഭിസംബോധന ചെയ്യാനും അത് നമുക്ക് മനസ്സിലാകാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലടക്കം തുടങ്ങി സമൂഹത്തിനകത്ത് നിരവധി മേഖലയിൽ സാമൂഹിക അസ്വസ്ഥതകൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്ന ഒന്നാണെന്ത്? ജെൻഡർ എന്ന് പറയുന്നത്. കാലാകാലങ്ങളായിട്ട് നിർമ്മിച്ചു വന്നിട്ടുള്ള ഈ ജെൻഡറിനകത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് അസമത്വം. സ്ത്രീകളും അതോടൊപ്പം തന്നെ ലിംഗ ന്യൂനപക്ഷ വിഭാഗക്കാർ, LGBTQR+ എന്ന് പറയും, ഇങ്ങനെയുള്ള ലിംഗ ന്യൂനപക്ഷക്കാരും സ്ത്രീകളും ഒരുപാട് രീതിയിലുള്ള അസമത്വങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുക, ആ പ്രശ്നങ്ങളെ പരിഹരിക്കുക, അതിന് സോഷ്യോളജിക്കാർ തയ്യാറാകണം. അതിന് വേണ്ടിയിട്ട് അവരെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്ത ജെൻഡറുകൾ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഓരോ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യും? വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും കേട്ടോ. അതുപോലെ തന്നെ മെഷേഴ്സ് ആൻഡ് അപ്രോച്ചസ് ഓഫ് ജെൻഡർ ഡെവലപ്മെന്റ് അളക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ജെൻഡർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലിംഗ അല്ലെങ്കിൽ ജെൻഡർ വികസനം എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ അനുപാതം അല്ലെങ്കിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെ ആകുക എന്നുള്ളതാണ് ജെൻഡർ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടുപേർക്കും
ഒരേപോലെ തുല്യമായ അവസരങ്ങളും മറ്റൊക്കെ ലഭ്യമാവുക എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തോ ലോകത്തോ അങ്ങനെയല്ല. സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത രീതിയിലുള്ള അവസരങ്ങളാണ്, വ്യത്യസ്ത രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള അവസ്ഥകളാണ് രണ്ടുപേർക്കുള്ളത്. ഈ രണ്ടുപേരുടെയും ഈ അവസ്ഥ അളക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സൂചകങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ രണ്ടെണ്ണമാണ് ജെൻഡർ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സും ജെൻഡർ എംപവർമെൻറ്റ് മെഷേഴ്സും. ജെൻഡർ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ പറയുന്നത് ഒരു രാജ്യത്തിലെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വികസനത്തിലുള്ള അസമത്വം, സ്ത്രീകൾ എത്രത്തോളം വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ തൊഴിലിൽ മുന്നേറുന്നുണ്ട്, അത് പുരുഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ത്രീകൾ മുന്നിലാണോ അതോ പിറകിലാണോ എന്ന് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കുന്നതാണ് എന്ത്, ജെൻഡർ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് കോൺസെപ്റ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ പഠിക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. അവിടെ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ടൈപ്സ് ഓഫ് ഫെമിനിസം നമ്മൾ പഠിക്കണം. ആദ്യത്തെ ലിബറൽ ഫെമിനിസം, മാർക്സിസ്റ്റ് ഫെമിനിസം, സോഷ്യലിസ്റ്റ് ഫെമിനിസം, അങ്ങനെയുള്ള വ്യത്യസ്ത ഫെമിനിസങ്ങൾ നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ സബാൾട്ടേൺ ഫെമിനിസം. സബാൾട്ടേൺ ഫെമിനിസം എന്ന് പറയുന്നത് താഴേക്കിടയിലുള്ള സ്ത്രീകളുടെ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഫെമിനിസം വന്ന സമയത്തൊക്കെ ഈ മുഖ്യധാര വിഭാഗക്കാരുടെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ മധ്യവർഗ സ്ത്രീകളുടെയൊക്കെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ദളിത് സ്ത്രീകൾ അതല്ലെങ്കിൽ താഴെ ജാതിയിലുള്ള താഴെ തട്ടിലുള്ള സ്ത്രീകളുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെമിനിസമുകൾ കുറവായിരുന്നു. അപ്പോൾ ആ സമയത്ത് മുന്നിൽ വന്ന ഒന്നാണ് സബാൾട്ടേൺ ഫെമിനിസം. പിന്നെ ഫെമിനിസത്തിൻ്റെ സമകാലീന ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് എന്താണെന്നുള്ളതാണ്. പിന്നെ ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ ജെൻഡറിൻ്റെ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ്, അതായത് ജെൻഡറുമായി ബന്ധപ്പെട്ട സാമൂഹികമായിട്ടുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് ജെൻഡർ ഉള്ളത്. എക്കണോമിക് നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ തൊഴിൽ വിഭജനമുണ്ട്, ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ വിഭജനമുണ്ട്. അതെന്താണെന്നുള്ളതാണ് ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എത്രത്തോളം സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ പങ്കാളികളാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 3 മേഖല, സാമൂഹിക സ്ഥാപനം അല്ലേ, തൊഴിൽ മേഖല അതായത് സാമ്പത്തികം, രാഷ്ട്രീയ മേഖല, ഈ 3 മേഖലയിലും ജെൻഡർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുക. പിന്നെ ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വരികയാണ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെവലപ്മെൻറ്റിൽ. അപ്പോൾ ഈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൽ എത്രത്തോളം ജെൻഡറിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടും ജെൻഡറിൻ്റെ അവസ്ഥ എന്താണ്. അതേപോലെ തന്നെ ജെൻഡർ അനാലിസിസ് ഓഫ് ഡെവലപ്മെൻറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയുള്ള വ്യത്യസ്തമായിട്ടുള്ള ജെൻഡർ ഡെവലപ്മെൻറ്റ് പോളിസികളുണ്ട്. അതെന്തൊക്കെയാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ എയിംസ് എന്തൊക്കെയാണ്, അതിൻ്റെ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്. അതിൽ തന്നെ ഈ MGNREGP പദ്ധതിയൊക്കെ ഉണ്ട്. പിന്നെ ഈ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് 100 ദിന തൊഴിൽ പരിപാടികളൊക്കെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പരിപാടികൾ. അതുപോലെ തന്നെ NGOകൾ, പിന്നെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, അവർ ഈ ജെൻഡർ ഡെവലപ്മെൻറ്റിലേക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ സാമൂഹിക പ്രസ്ഥാനങ്ങളും സാമൂഹിക സംഘടനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്. വുമൺസ് ഓർഗനൈസേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കുക. പ്രധാനമായിട്ടും ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ജെൻഡർ ഡെവലപ്മെൻറ്റ് പോളിസികളും അതിൻ്റെ എയിംസും അതിൻ്റെ മെത്തേഡ്സൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പഠിക്കുക. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ടാണ് ഉള്ളത്, പക്ഷേ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ മേഖലയിലും എന്ത് ചെയ്യാറുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ ജെൻഡറുമായി ബന്ധപ്പെട്ട വിവിധ കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കണം. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ജെൻഡർ ഡെവലപ്മെൻറ്റ് മെഷേഴ്സ് ആൻഡ് അപ്രോച്ചസ് പഠിക്കണം. പിന്നെ രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് വരുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഫെമിനിസം, ലിബറൽ ഫെമിനിസം, മാർക്സിസ്റ്റ് ഫെമിനിസം, സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്ത ഫെമിനിസം പഠിക്കണം. അതിൽ തന്നെ ഒരു ഫെമിനിസം ടൈപ്പാണ് സബാൾട്ടേൺ ഫെമിനിസം. പിന്നെ ഫെമിനിസത്തിൻ്റെ ഈ സമകാലീന ചർച്ചകൾ എന്താണ്, ഫെമിനിസത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത്. പിന്നെ സാമൂഹിക സ്ഥാപനങ്ങളിൽ ഫാമിലി, മാരേജ്, കിങ്ഷിപ്പ് തുടങ്ങിയുള്ള സാമൂഹിക സ്ഥാപനങ്ങളിൽ ജെൻഡർ എങ്ങനെ പ്രവർത്തിക്കുന്നു, വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ ജെൻഡർ എങ്ങനെ പ്രവർത്തിക്കുന്നു, രാഷ്ട്രീയത്തിൽ ജെൻഡർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ. ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് പറയുന്നത് കേരളത്തിലെ വികസനത്തിൽ അല്ലെ, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഐക്യരാഷ്ട്രസഭ വരെ ചർച്ച ചെയ്ത അമർത്യ സെൻ്റെ പുസ്തകത്തിനകത്ത് വളരെയധികം പ്രശംസയോടുകൂടി പ്രതിപാദിച്ചിട്ടുള്ള കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഉണ്ട്. ആ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൽ ജെൻഡറിന് എന്ത് റോളാണുള്ളത്, ജെൻഡർ എങ്ങനെയാണ് കേരളത്തിലെ സ്ത്രീകൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾ മറ്റ് സംസ്ഥാനത്തെ സ്ത്രീകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ച് മുന്നോക്കം നിൽക്കുന്നുണ്ട് എങ്കിൽ ആ മുന്നോക്കം നിൽക്കുന്ന അവസ്ഥ ഇപ്പോൾ എണ്ണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടൊക്കെ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ മുന്നിലാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ അവിടെ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജെൻഡർ അനാലിസിസ് ഓഫ് ഡെവലപ്മെൻറ്റ് പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള വിവിധ നമ്മുടെ പ്രിയാമ്പിളിൽ, അതുപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൊക്കെ ഇക്വാലിറ്റി ഉറപ്പ് നൽകുന്നുണ്ട്. അതായത് ജാതിയുടെയോ ലിംഗത്തിൻ്റെ ഒന്നും വ്യത്യാസത്തിൽ ആളുകളോട് അസമത്വം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന വ്യത്യസ്ത തരം പോളിസികളുണ്ട്. ആ പോളിസികളുടെയൊക്കെ എയിംസും അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് റെഡിയാക്കിയിട്ടുള്ളത്. എല്ലാ വിഷയവും എല്ലാ ടോപ്പിക്കും ഇതേപോലെ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന ഭാഷയിൽ എഴുതാം.
ഓരോന്നും വ്യത്യസ്തമായുള്ള ഏകദേശം ഒരു 16 ക്ലാസ്, ഒരു 20 മിനിറ്റൊക്കെ വരുന്ന ദൈർഘ്യം വരുന്ന, 20 മിനിറ്റ് അരമണിക്കൂറിൻ്റെ ഇടയിൽ ദൈർഘ്യം വരുന്ന ഒരു 16 ക്ലാസ് കൊണ്ട് മുഴുവൻ സിലബസും എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. 9526786586. അതായത് നിങ്ങൾക്ക് ഈ ഒരു വിഷയം സമ്പൂർണ്ണമായിട്ടും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ മുന്നേ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളുണ്ട് ഒരുപാട്, അവരുടെയൊക്കെ കമൻറ്റുകൾ വ്യത്യസ്ത വീഡിയോകളുടെ താഴെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് നോക്കാം നിങ്ങൾക്ക്. അത് നോക്കിയിട്ട് ഒരു വിഷയത്തിനെങ്കിലും ജോയിൻ ചെയ്ത് നോക്കുക. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ഇയർ വരെ കൂടെ പോരാം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബാക്കിയുള്ള വിഷയങ്ങളുടെ ക്ലാസ്സുകൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ്, തിയറി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജെൻഡർ ആൻഡ് സൊസൈറ്റി വിഷയത്തിൻ്റെ ഡെമോ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇനി ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യം, ഇതിൻ്റെ സമ്പൂർണ്ണ ക്ലാസ്സിൽ കേട്ടോ, മുഴുവൻ ക്ലാസ്സിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ടൊന്ന് ജോയിൻ ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾക്ക് ക്ലാസ് കാണണമെങ്കിൽ യൂട്യൂബിലിൻ്റെ ഒരുപാട് വീഡിയോസുകളുണ്ട്. എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ, ഡെമോ ക്ലാസ്സുകളുണ്ട്. അതിൻ്റെയൊക്കെ താഴെ കുട്ടികളുടെ കമൻറ്റുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി വിഷയങ്ങളുടെയും ഡെമോ ക്ലാസ്സുകൾ ഈ ഗ്രൂപ്പിലുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കുട്ടികളിലേക്കൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, എത്തിക്കുക. ഓക്കെ.